ഹലോ ഗഡീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് തൃശ്ശൂർ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇന്നും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പറമ്പിൽ നിന്നാണ് കേട്ടോ. കാരണം കുറച്ചെങ്കിലും ഇവിടെ സമാധാനമുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ കുറച്ച് സൈലൻസ് ഉള്ള സ്ഥലം ഈ പറമ്പ് മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിനകത്ത് കയറിയ കുട്ടികളുണ്ട്, ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന്. അപ്പോൾ ഞാൻ പറയുന്നതും കേൾക്കില്ല, അവർ പറയുന്നതും കേൾക്കില്ല, മൊത്തത്തിൽ ബഹളമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തിട്ട് അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ തെങ്ങിൻ്റെ ചോട്ടിൽ വന്ന് നിൽക്കുന്നത്. തേങ്ങ വീഴുമെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം കാര്യമായിട്ടുള്ള തേങ്ങയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ദിവസമാണ്. ഇന്ന് ശരത്തേട്ടം വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടെ ഫുഡൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ് അമ്മ. ഞാൻ പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ വന്നാൽ ഒന്നും ചെയ്യാറില്ല പ്രത്യേകിച്ച്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുറച്ച് എന്താ പറയുക സമാധാനമായിട്ട് കുളിക്കാൻ. ബാംഗ്ലൂരിൽ നിന്നൊക്കെ പറഞ്ഞാലേ എപ്പോഴും ഒരു കാക്കക്കുളിയാണ്. എണ്ണയൊക്കെ തേച്ചാൽ ഒരു അരമണിക്കൂർ നിൽക്കാനുള്ള ടൈം പോലും ഉണ്ടാവില്ല, പെട്ടെന്ന് പോയി കുളിക്കും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനും സൗകര്യത്തിനും ഒക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് എണ്ണ എടുത്ത് തലയമണ്ടൊക്കെ തേച്ച് നിൽക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പോയി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവരൊക്കെ എണീറ്റ് വരുന്നുള്ളൂ, നമുക്ക് അവിടെ പോയി നോക്കാം കേട്ടോ. ഞാനിങ്ങനെ അടുക്കളപ്പുറത്ത് കൂടെ കയറി വന്നപ്പോഴുണ്ടടാ വെച്ച കോഴീൻ്റെ മണം. എവിടെ നിന്നാണ് ഈ വെച്ച കോഴിയുടെ മണം? ചേച്ചി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുക്കായിട്ടൊന്നുമില്ല, ഇങ്ങനെ അടുപ്പത്തേക്ക് ആക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ അടച്ചു വെച്ചു കേട്ടോ. ഞാൻ നോക്കിയിട്ട് വെള്ളം ഇറക്കിയിട്ട് അടച്ചു വെച്ചു. അങ്ങനെ ഞാൻ നേരെ കുട്ടികളുടെ റൂമിലേക്ക് പോയി. ചേട്ടൻ്റെ റൂമിലാണ് ഇവരെല്ലാവരും കിടക്കുന്നത്. ഇവർ 4 പേരും ഇരട്ട പെറ്റോണാണ് കേട്ടോ. ഇരട്ട പെറ്റതെന്നാണോ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും 4 പേരും ഒരുപോലെയാണ്. ഉണ്ണാനും ഉറങ്ങാനും കളിക്കാനും കുളിക്കാനും ഡ്രസ്സ് മാറാനും പുറത്ത് പോകാനും തല്ല് പിടിക്കാനാണെങ്കിൽ പോലും 4 പേരും സെറ്റാണ്. 4 പേരും ഒരുമിച്ച് എല്ലാ കാര്യവും ചെയ്യുള്ളൂ. ഇപ്പം വെക്കേഷനായിട്ട് വന്നതിൻ്റെ സന്തോഷമാണ് ഈ പ്രകടനങ്ങൾ മുഴുവൻ. പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് വന്നാൽ 2 ചാട്ടം കൂടുതൽ ചാടും, 2 ഇടി കൂടുതൽ കൊടുക്കും. അതേപോലെയാണ് ഇവരുടെ പരിപാടി കേട്ടോ. അത് കണ്ട മുഖമൊക്കെ പിടിക്കുന്നുണ്ട്. ജാനിക്കുട്ടിയാണ്, എൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. അത് ഡിക്കറും എൻ്റെ ചേട്ടൻ്റെ മോൻ. അപ്പോൾ ഞാൻ എല്ലാവരും കൂട്ടി ഇതേ വീണ്ടും പറമ്പിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇവരൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിക്രൂന് എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടെന്ന് പറയുന്നു. നമുക്ക് നോക്കട്ടെ. നീ അല്ലേ പറഞ്ഞത് നിനക്ക് കാണിച്ചു കൊടുക്കണമെന്ന്? എന്നാ പറയാം. ഡിക്രൂന് എന്തോ പറയാനുണ്ട്. ഡിക്രു എൻ്റെ ചേട്ടൻ്റെ മോനാണ്. എവിടെ വരൂ അതെ. അപ്പം ഇവനെന്തോ പറയാനുണ്ട് കേട്ടോ. എന്താ പറഞ്ഞേ? വേഗം പറഞ്ഞേ. വിത്ത് നട്ടിട്ടുണ്ടാക്കിയ ചീരച്ചെടി കണ്ടോ, കുട്ടി കഷ്ടപ്പെട്ട് വിത്ത് നട്ടുണ്ടാക്കിയ ചീരച്ചെടിയാണ് ഇത് അല്ലേ ഡിക്രു? ആ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നൊന്നുമില്ലേ? എന്നെ എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാനേ. എന്താ നോക്കാം. ഏത് എവിടെ കിണർ കുത്തുന്നേ? ഇവിടുന്ന് ഇവിടെ വരെ കിണർ കുത്തുവോ? ഓ, ഡിക്രു ആണോ കുത്തുന്നേ? പിന്നെ എന്താ അത്? ഇരുമ്പമ്പുളിയോ? ആ, അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. എനിത്തിങ് എൽസ്? നത്തിങ്. ഡിക്രു എന്നോട് പറയായിരുന്നു, ആൻറ്റി ഇനി നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കും എന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോക്കി വന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല. ഇത് 1-2 വെറൈറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രൗൺ കളറിലുള്ളത് കണ്ടിട്ടുണ്ട്. ഇത് ഗ്രീനാണ്. ഇതിങ്ങനെ മണ്ണിലിങ്ങനെ സ്പ്രെഡായിട്ട് എത്രയോ അറ്റം വരെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് തൂക്കിയിട്ട് നല്ല ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയാം, കാരണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്പ്രെഡായി പോയേക്കണം. എന്താണെങ്കിലും നമുക്കിനി വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇതിൽ നിന്ന് 1-2 തണ്ടൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നു. ഇത് വേരൊന്നല്ല കേട്ടോ, തണ്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പം ഗ്രീനിൽ റെഡ് പൂക്കളാണ്. ഇത് തന്നെ ബ്രൗണിൽ പിങ്ക് പൂക്കളും ബ്രൗണിൽ തന്നെ റെഡ് പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ ഇത് ഇസ്കിയിട്ട് പോകണം ഇവിടെ നിന്ന്. അതാണ് എൻ്റെ മാസ്റ്റർ പ്ലാൻ.
അപ്പം ഞങ്ങൾ അകത്തേക്ക് പോകാൻ കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ്. ഞാൻ എണ്ണ തേച്ചിട്ട് വേർക്കാണ്. അപ്പോൾ വല്ല കോൾഡോ പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനും ഡിക്കറും കൂടിയിട്ട് അകത്തേക്ക് പോകാൻ കേട്ടോ. എനിക്കല്ല, അവർക്ക് ബ്രഷ് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കുറേ പണികളുണ്ട്. നീ ബ്രഷ് ചെയ്താ? ആ, അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോകാൻ കേട്ടോ. നല്ല ചൂടാണ്. പോവാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 10-10:30 ആയപ്പോഴത്തേക്കും ദേ കളിക്കാരെത്തിയിട്ടുണ്ട്. ഇത് പിക്കുവിൻ്റെ ഇരയാണ് കേട്ടോ ഇന്നത്തെ. പിക്കുവിന് ആരെ കിട്ടിയാലും പിടിച്ചിരുത്തിയിട്ട് ദേ ഈ ക്യാരം ബോർഡ് കളിപ്പിക്കും. അപ്പം പിക്കുവിന് ഇന്ന് ദേ വെല്ലിച്ചനെ കിട്ടിയിട്ടുണ്ട്. മിക്ക ദിവസം ചന്ദ്രവെല്ലിച്ചൻ നമ്മുടെ വീട്ടിലേക്ക് വരും പിക്കുവിൻ്റെ കൂടെ ഇരുന്ന് കളിക്കാനായിട്ട്. അതാകുമ്പോൾ ഇവനിങ്ങനെ ഇതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ റൂൾസൊക്കെ ഇവ മാറ്റിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെല്ലിച്ചൻ കളിക്കാൻ നിന്ന് കൊടുക്കും. ആൻറ്റിമാരോ അമ്മമ്മയോ ചേട്ടനോ ആരായാലും അവന് കുഴപ്പമില്ല, അവൻ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതേ ഡിക്രു കടയിലേക്ക് ഓടുകയാണ് സാധനങ്ങൾ എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ തനുക്കുട്ടിയും ജാനിക്കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാർട്ടൂണോ മറ്റോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടർ ടി വി കാണുമ്പോൾ അത് അവരുടെ ഇഷ്ടത്തിന് വയ്ക്കും. അപ്പോൾ ബാക്കി പിക്കും ഡിക്കറും കളിക്കുന്ന ടൈമായിരിക്കും കേട്ടോ. അതായത് ഈ വക ക്യാരംസ് അങ്ങനത്തെ കളികൾ. അല്ലാത്ത ടൈമിൽ മറ്റൊരു എന്തെങ്കിലും കളിക്കും, ഇവർ ടി വി കാണും. ടി വി കാണുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് 4 പേരും കാണുന്ന കാർട്ടൂൺസ് ഏജ് ഡിഫറൻസ് ഉള്ള കാരണം കൊണ്ട് ഡിഫറെൻ്റ് ആണ്. ആ ഒരു കാര്യത്തിൽ മാത്രം അവർ എന്താ പറയുക രണ്ട് തരമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിലേക്ക് വന്നപ്പോൾ ചേച്ചി ചിക്കൻ കറി ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കറിവേപ്പിലയോ മല്ലിയിലോ അങ്ങനെ എന്താണ്ടൊക്കെ ഇട്ടാൽ മതി എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇതേ ചിക്കൻ കറി നല്ല കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിനകത്ത് കൂടുതലുണ്ടായിരുന്നത്. ലാസ്റ്റ് ഇതേ കുറച്ച് കറിവേപ്പിലും മല്ലിയിലും ഇട്ടില്ലെന്ന് തോന്നുന്നു, ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് ചിക്കൻ കറി റെഡിയാക്കി. അപ്പോൾ ഞാനിതാ മേലേക്ക് പോവാണ്. ഞാൻ വിചാരിച്ചു എണ്ണ പരട്ടിയിട്ട് കുറേ നേരമായില്ലേ, മേലെ പോയിട്ട് ഒന്ന് തല വേർത്തതൊന്ന് ഫാനിട്ട് ഒന്ന് കുറച്ചിട്ട് നമുക്ക് പോയി കുളിക്കാമെന്ന്. അപ്പം അങ്ങനെ ഞാൻ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ റൂമിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഞാൻ എണ്ണ തേച്ചിട്ട് ഇപ്പോൾ ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇനി കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കിനി ജലദോഷം വരും, പനി വരും, ഈ വക പ്രശ്നങ്ങളൊക്കെ വരും. നമുക്കിനി പരിപാടികൾ കുറേ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പോയിട്ട് കുളിക്കട്ടെ. ഇവിടെയും വെള്ളം ഡിഫറെൻ്റ് ആണ്. നമുക്ക് ബാംഗ്ലൂർ കിണറാണ്. പിന്നെ ഇനി ഞാൻ കോട്ടയത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിണറിലത്തെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ 3 സ്ഥലത്തും 3 തരം വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു മാസം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഹെയർ ഫോളാണ്. നല്ലതെന്ന് പറഞ്ഞാൽ സാമാന്യം കൂടുതൽ ഹെയർ ഫോൾ ഉണ്ട് കേട്ടോ. എനിക്ക് ഓൾറെഡി നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ നമ്മുടെ അവിടെ തണുപ്പായ കാരണം കൊണ്ട് എനിക്ക് ഹെയർ ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. മുടി മുഴുവൻ കൊഴിഞ്ഞു പോയി. പ്ലസ് ഇപ്പോൾ ഇങ്ങോട്ട് അതൊന്ന് ബെറ്ററായിട്ട് വരികയായിരുന്നു. ഇപ്പോൾ അതേ വീണ്ടും ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ട് പിന്നെയും ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് വേണ്ടി വരും അതൊന്ന് എന്താ പറയുക ശരിയാക്കിയിട്ട് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കൂടുതൽ സമയം ഇപ്പോൾ ഓൾറെഡി തന്നെ 1/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കുറേ സമയമായി. ഞാൻ ആക്ച്വലി 15 മിനിറ്റ് നിന്നിട്ട് കുളിക്കാൻ വേണ്ടി നിന്നത്. എൻ്റെ മുഖത്ത് കണ്ട് പെട്ടെന്ന് കുരുവൊക്കെ പൊന്തി വരും. എവിടെ നിന്ന് വന്നേന്ന് പോലും എനിക്കറിയില്ല. പെട്ടെന്ന് എനിക്ക് പിമ്പിൾസ് വരും. പ്രത്യേകിച്ച് നമ്മളിവിടെ നാട്ടിൽ വന്നിട്ട് ഞാൻ നല്ലപോലെ എണ്ണ പലഹാരവും ചിപ്സും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് കുരുക്കൾ വരും കേട്ടോ മുഖത്ത്. എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡിന് ഒരു കൺട്രോളില്ല. ഞാൻ രാത്രിയൊക്കെ ചോറാണ് കഴിക്കുന്നത്. നമ്മൾ വീട്ടിൽ അങ്ങനെ ചോറൊന്നും കഴിക്കില്ലല്ലോ. ഫുൽക്കയും അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്രൂട്ട്സ് ബൗളോ എന്തെങ്കിലും സാലഡ്സോ ഇതൊക്കെയാണ് കഴിക്കാറ്. ഇവിടെ വന്നിട്ട് ഇതൊന്നും നോക്കിയിട്ടില്ല. ഇവിടെ അമ്മ ചോറ് തരും, കഴിക്കാൻ പറയും, ഞാൻ കഴിക്കും. അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാത്ത പോക്കായ കാരണം കൊണ്ട് മുഖത്തൊക്കെ പിമ്പിൾസ് വന്നിട്ടുണ്ട്. എനിക്ക് വെയിൽ പെട്ടെന്ന് ചൂടൊക്കെ കൂടുമ്പോൾ എനിക്കിങ്ങനെ ഈ നെക്ക് ഈ ഭാഗമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡാർക്കാവും. എനിക്കത് പണ്ടേ ഉള്ളതാണ്. അത് എനിക്ക് ആഫ്റ്റർ ഡെലിവറി വന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് വൈറ്റമിൻസിൻ്റെ ഇതിൻ്റെയൊക്കെ ഹോർമോണൽ ചേഞ്ചസിൽ വന്നിട്ടുള്ള സംഭവമാണ്. അത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ മാറില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്താ പറയുക ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ അതൊക്കെ പതുക്കെ മാറിക്കോളൂട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയ്ക്കും എനിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. ഇപ്പോൾ തനുക്കുട്ടിക്ക് 5 വയസ്സായില്ലേ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഡാർക്കനായിട്ടുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ പുറത്ത് പോകുന്നു, വെയിൽ കൊള്ളുന്നു, വീടിനകത്തൊന്നല്ലല്ലോ ഇരിക്കുന്നത്. പിന്നെ പൊതുവേ ഇവിടെ ഭയങ്കര ചൂടാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അത് കാരണം കൊണ്ടോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ താഴോട്ടേക്ക്
കുഴപ്പമില്ല. ഇങ്ങോട്ടേക്ക് ടാൻ ആയിട്ടാണോ അതോ എനിക്കുള്ള പ്രശ്നം കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഭയങ്കരമായിട്ട് കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്തുപോയി. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ബാംഗ്ലൂർ പോയിട്ട് ഇതൊക്കെ ശരിയാക്കിയിട്ട് നേരെയാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. പിന്നെ ഞാനത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കണമെന്നില്ല, അതൊക്കെ മാറിക്കോളും. അപ്പോൾ അതൊക്കെ മാറിക്കോളും. അപ്പോൾ ഞാനിനി കൂടുതൽ കുരുമുഖത്തേക്ക് വരണ്ട എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഓൾറെഡി കണ്ടോ കാലത്ത് എണ്ണ തേച്ചപ്പോൾ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. എങ്ങനെ ഇത്ര പെട്ടെന്നൊക്കെ പിമ്പിൾസ് പൊന്തി വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനി സംസാരിച്ച് സമയം കളഞ്ഞ് എന്താ പറയുക, എൻ്റെ മുഖത്ത് ഇനിയും എണ്ണ മെഴുക്കി ഇരുന്നിട്ട് കുരുക്കൾ കൂടും. ഞാൻ പോയിട്ട് കുളിക്കട്ടെ. അപ്പോൾ കുളിച്ച് വന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ വീഡിയോ എടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ പോയി കുളിക്കട്ടെ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ശരത്തേട്ടൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശരത്തേട്ടനെ കാത്ത് ഞങ്ങൾ കാലത്തൊട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. നേരത്തെ പോന്നെങ്കിലും ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയിലൊക്കെ ചെക്കിങ് ഉണ്ടായിരുന്നു. ഈ വോട്ടിൻ്റെയും ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സൈഡിൽ നിന്നും കടത്തിയിട്ടിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി ലഗേജൊക്കെ എടുത്തിട്ട് വന്നു. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ശരത്തേട്ടനെ കണ്ടപ്പോൾ. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഈ മേലൊക്കെ അഴുക്കൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇനി കുളിച്ചിട്ട് മതി എടുക്കൽ പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നീക്കി നിർത്തിയേക്കായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് പുറത്ത് പോകാനായിട്ട് ഒരുങ്ങിയതാണ്. പിന്നെ ഈ സ്ക്രീൻ ടൈം ഉണ്ടാവില്ലേ, അത് മൊബൈലാണെങ്കിലും ടി വി ആണെങ്കിലും ആ സമയത്ത് ഇവർ ഭയങ്കര ഒത്തൊരുമയാണ് കേട്ടോ. 4 പേരും എത്ര ഇടയില്ലെങ്കിലും ഒരുമിച്ചിരുന്നിട്ട് എല്ലാം കുത്തിയിരുന്ന് കണ്ടോളും. അപ്പോൾ പോകുന്ന നേരത്തിനുള്ളിൽ കയ്യിൽ മൊബൈൽ കിട്ടിയപ്പോൾ ഒന്ന് കാണുന്നതായിരുന്നു കേട്ടോ ഇത്. ഇന്ന് നമ്മുടെ വീടിൻ്റെ 2 വീട് അപ്പുറം സുരേഷ് ഗോപി സാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരാളെയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. എല്ലാ തരത്തിലും തൃശ്ശൂരിന്റെ ഏറ്റവും ചരിത്രമുറങ്ങുന്ന ഈ കിഴക്കുംപാട്ടുകാരുടെ മണ്ണില് ബഹുമാന്യനായ സുരേഷ് ഏട്ടൻ ഇതാ എത്തിച്ചേർന്നിരിക്കുന്ന ഈ കിഴക്കുംപാട്ടുകാരുടെ മണ്ണിലേക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കാം. നല്ല കയ്യടി കൊടുത്തുകൊണ്ട് നമ്മുടെ MP ആകാൻ പോകുന്ന നമ്മുടെ പ്രതീക്ഷയായിട്ടുള്ള സുരേഷ് ഏട്ടനെ നിങ്ങളുടെ ഏവരുടെയും പേരില് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 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 കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണാവസ്ഥയെ സംബന്ധിച്ച് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളൊക്കെ ഉണ്ട്, കൗൺസിലേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ നിങ്ങളുമായിട്ട് വിചാരങ്ങൾ, നിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ വോട്ട് നിശ്ചയത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു മറുവഴി തേടാനുമുള്ള, ഒരു നേർവഴി തേടാനുമുള്ള അവസരമാണ് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ മുന്നിൽ ഒരു വലിയ അനുഗ്രഹമായി വന്നിരിക്കുന്നത്. എനിക്കൊരു ആരോപണ ശരങ്ങളും ഉന്നയിക്കാനില്ല, തൊടുത്തുവിടാനില്ല. അതൊക്കെ രാഷ്ട്രീയ അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമാണ് കേട്ടോ ഈ നടന്നത്. എനിക്ക് ഒത്തിരി നാളായിട്ട് കാണണം എന്ന ആഗ്രഹമുള്ളൊരു മനുഷ്യനായിരുന്നു കേട്ടോ സുരേഷ് ഗോപി സാറ്. അപ്പോൾ ഒന്ന് കാണാൻ പറ്റി, ഒരു ഷേക്കിൻ്റെ കൊടുക്കാൻ പറ്റി. അദ്ദേഹത്തിൽ ഞാൻ കണ്ട നല്ലൊരു ക്വാളിറ്റി എന്താണെന്നറിയോ, മറ്റൊരു പാർട്ടിക്കാരുടെ കുറ്റോ കുറവുകളോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ചേച്ചി ഇതേ കയ്യിൽ എന്തോ രാഖി പോലെ എന്തോ കെട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് എല്ലാവരോടും ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് യാതൊരു ജാടയും കാണിക്കാതെയാണ് 10-15 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറേ നേരം കാത്തിരുന്നിട്ടാണ് ഈ കണ്ടത് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെയാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള തിരക്കാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.